La 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 la. La 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 la. യേശുവേ 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 യേശുവേ. രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ. രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ. യേശുവേ യേശുവേ യേശുവേ. ഓൺലൈനാന്ന് വിചാരിച്ച് എനിക്ക് കാണാൻ മേലെന്ന് ആരും വിചാരിക്കരുത്. കമോൺ, എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റേ. ചുമ്മാ സെറ്റിയിലിരിക്കുക. പുതിയ വർഷം തുടങ്ങാൻ പോവുക. അപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ട് വേണം ഈ വചനത്തിലേക്ക് പ്രവേശിക്കാൻ, ഹൃദയം ഒരുക്കുവാൻ. ഈ വചനത്തിന് മുമ്പേ ഈ തുള്ളിച്ചാടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിലം ഒരുക്കാനാ. വിത്ത് വീഴാൻ പോവുക. ഫലമുള്ള ശേഷിയുള്ള ജീവനുള്ള ദ്രവത്വമില്ലാത്ത വചനമാകുന്ന വിത്ത് വീഴുന്ന മുമ്പേ നമ്മൾ തന്നെ ഒരുക്കുക. ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണോ സന്തോഷമുണ്ടായിരിക്കണം. സന്തോഷമുള്ളിടത്താ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. സോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഹല്ലേലൂയ. ഓ ആത്മാവേ തന്നോനെ, വീണ്ടും വരുമ്പോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. ആത്മാവേ തന്നോനെ, വീണ്ടും വരുമ്പോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ
We ascribe glory to thee. We ascribe honor to thee. We ascribe power and majesty, glory to the Lamb. To thee, Shabalarakasia. We love you, Lord. To thee, we ascribe honor. To thee, we ascribe power and majesty. Worthy is the Lamb and holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, and you are holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, you are holy. എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ആ കരം ഉയർത്തുമ്പോൾ ആ ഭവനം നിറയട്ടെ ദൈവമഹത്വത്താൽ. ലോകരാജ്യങ്ങളിൽ ഒരുപോലെ heaven and earth is full of your glory. And tonight we are gathered here to glorify the Lamb. കർത്താവേ, ഇന്ന് രാത്രി കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളിവിടെ കൂടിയിരിക്കുകയാണ്. It is only because of you, Jesus. Only because of you. യേശുവേ, അങ്ങ് മുഖാന്തരം മാത്രം, അങ്ങ് മുഖാന്തരം മാത്രം കർത്താവേ. There is no other name that is worthy to be praised. യേശുവേ, അങ്ങയുടെ നാമം അല്ലാതെ ഉയർത്തപ്പെടുവാൻ യോഗ്യമായ മറ്റൊരു നാമവുമില്ല. Father lifts the name of Jesus. The Holy Spirit glorifies Jesus. പിതാവേ, അങ്ങേ പുത്രന്റെ നാമത്തെ ഉയർത്തണമേ. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമം മാത്രം ഉയരണമേ. Tonight we as a family all around the globe stand in presence of the Holy One in the throne of grace, where we have received an entrance through the blood of Jesus. പിതാവേ, അവിടുത്തെ പുത്രനായ ഏകജാതനായ പുത്രനായ യേശുവിന്റെ രക്തം വഴിയായി ഞങ്ങൾക്ക് തന്ന പുതുവഴിയിലൂടെ അവിടുത്തെ കൃപാസിംഹാസനത്തിന് മുമ്പിൽ ഒരു കുടുംബമായി ലോകമെങ്ങും ഞങ്ങൾ ഈ രാത്രിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുക കർത്താവേ. Thank you, Jesus. നന്ദി യേശുവേ. Everyone who is watching us and joining us, open your mouth and thank Him. ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ ലോകമെങ്ങും നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി അർപ്പിച്ചാട്ടെ. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. It's your grace. It is your faithfulness. It is your mercy that we are still on this planet. അങ്ങയുടെ കൃപ, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ കരുണ ഒന്നു മാത്രമാണ് കർത്താവേ ഈ ഭൂമിയുടെ പരപ്പിൽ ഞങ്ങൾ ശേഷിക്കുവാൻ കാരണം. And we know that we are alive because we have an assignment to finish. മാത്രമല്ല കർത്താവേ, ഇന്ന് ഞങ്ങൾ ജീവനോടെ ഈ രാത്രി വരെ ഞങ്ങൾ വരാൻ കാരണം
ഇനി ഞങ്ങളെ കൊണ്ട് കർത്താവിനോട് ചെയ്ത് തീർക്കുവാൻ ഒരു വേലയുള്ളതുകൊണ്ടാണ്. Help us, Holy Spirit. അതിനായി ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാ. Help us, Holy Spirit, to be more and more and more sensitive to every slightest wind of yours. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ഒരു ചെറിയ ചലനത്തിന് പോലും, ഒരു മൃദുവായ ചലനത്തിന് പോലും ഞങ്ങൾ തിരിച്ചറിയുന്ന ഹൃദയമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. We give you glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. Just lift your hands wherever you are. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും അക്കരങ്ങളൊന്ന് ഉയർത്തി. Hallelujah. Jesus. Hallelujah. We worship you. Hallelujah. We glorify your name. Thank you, Jesus. യേശുവേ നന്ദി. Thank you for all those who are joining us tonight. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം കൂടിയിരിക്കുന്ന എല്ലാവർക്കുമായി നന്ദി. We give you all the glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു പിതാവേ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. Amen. Come on, give a clap and say thank you, Jesus. എല്ലാവരും ഒന്ന് കരമടിച്ച വീടുകളിലൊക്കെ ഒന്ന് കരമടിച്ച് നന്ദി യേശുവേ എന്നൊന്ന് പറയൂ. Hallelujah. Hallelujah. It's a joy again to join as a family all around the globe. One Nehru Stadium is not enough today. So today stadiums, we can see by faith, stadiums getting packed. ഒരു വർഷത്തിന്റെ അവസാന നിമിഷങ്ങൾ കൂടെ നമുക്കൊന്നിച്ച് ലോകമെങ്ങും കൂടാനിട വന്നിരിക്കുകയാണ്. ഒരു നെഹ്റു സ്റ്റേഡിയത്തിൽ ഒതുങ്ങാത്ത പോലെ ലോകമെങ്ങും വന്നിരിക്കുന്ന മക്കൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജോയിൻ ചെയ്യും. Of course, it was a joy when we would come to Nehru Stadium, but there is a purpose of God, and we always thank God for all His purposes. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നിച്ചു കൂടുന്നത് നമ്മളെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവമാണ്. എന്നാൽ എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ഇന്നിങ്ങനെ ഓൺലൈനായി നമ്മൾ ചേരുമ്പോൾ അതിനകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Many things we don't know why. പലപ്പോഴും പല കാര്യങ്ങളും എന്താ ഇങ്ങനെ നമുക്ക് പിടികിട്ടില്ല. But we know that God knows why. എന്നാൽ ഒന്ന് നമുക്ക് ധൈര്യം പകരുന്നു, നമുക്കറിയാൻ മേലും കർത്താവിനറിയാം എന്തുകൊണ്ടാണ്. And then
we know that all things are working towards the good. അത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടും, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. In many things we have questions, we have no answers, but he who dwells in us knows the answer and executes that answer through us. പലപ്പോഴും പല കാര്യങ്ങളും എന്താ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് പിടികിട്ടത്തില്ല. പക്ഷെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ദൈവം കർത്താവ് അതിൻ്റെ തികവിലെത്തിക്കുമ്പോൾ ഇങ്ങനായിരുന്നല്ലോ എന്ന് പിടികിട്ടും. Oh, so again welcome towards overflowing blessings. ആകയാൽ എല്ലാവർക്കും കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ലോകം എല്ലായിടത്തുള്ള എല്ലാ മക്കൾക്കും സ്വാഗതം. Thank you everyone. Thank you worship team. You can all be seated. Thank you very much. ഈ സമയത്ത് വർഷിപ്പ് ടീമിന് അവിടെ ഇരിക്കാവുന്നതാണ്. It's a great excitement inside of us because we are entering into such a phase in history that we could not even imagine. നമുക്കൊരിക്കലും ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചരിത്രത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോകം കാലെടുത്തു വെക്കുകയാണ്. Every year the next year's message starts from the Jewish New Year, that is Rosh Hashanah. റോഷ് ഹസാന എന്ന് പറയുന്നത് യഹൂദരുടെ പുതുവർഷ സമയത്തായിരിക്കും ഓരോ അടുത്ത വർഷത്തേക്കുമുള്ള സന്ദേശം ഹൃദയത്തിൽ ലഭിക്കുന്നത്. And one by one, piece by piece, things start to come. ആ സമയം മുതൽ ഒന്നിനു പുറകെ ഒന്നായി ഒരു ഭാഗം എന്ന നിലയിൽ ആ സന്ദേശത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഈ സമയമാകുമ്പോഴേക്ക് ലഭിക്കുക. And every time when it is coming, the message itself starts turning. You might have noticed that in the inner chamber, from October we turned into the message of favor and blessings. ഓരോ വർഷവും ഒരു ആ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ഒരു പ്രത്യേക നിലയിലേക്ക് തിരിയുന്ന കാണാം. ഇന്നർ ചേംബറിൽ ഒക്ടോബർ മുതൽ ദൈവത്തിൻ്റെ ഫേവറിനെ കുറിച്ച് ഒക്ടോബർ മുതൽ സന്ദേശം മാറി വരികയാണ്. And tonight also we are standing in one accord, depending on the Holy Spirit who is in us, who is going to speak in and through us. We have no prepared message. We have something in our mind, but he is going to complete it. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ, ഒരേ ആത്മാവിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ, ഇന്ന് പറയുന്ന സന്ദേശത്തെക്കുറിച്ച് ഏകദേശം രൂപം ഞങ്ങൾക്കുണ്ടെന്നല്ലാതെ മുഴുവനായി പരിശുദ്ധാത്മാവിൽ സമ്പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിച്ച് നിങ്ങൾക്ക് വേണ്ട, ഇന്ന് രാത്രി വേണ്ട സന്ദേശം, പുതുവർഷത്തേക്കുള്ള സന്ദേശം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. So we have no agendas, we have no itineraries. We stand here and then we flow in the Holy Spirit. ആകയാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു മുൻ പദ്ധതിയല്ല ഒരുക്കി അവസാനം വരെ ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയല്ല, മറിച്ച് ഞങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുക പരിശുദ്ധാത്മാവ് തന്റെ നിലയിൽ ഇന്ന് രാത്രി ചലിക്കുവാൻ. And many time we have seen that God takes total control because we submit to him and he does his agenda and we watch what is happening. പലപ്പോഴും സംഭവിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയ രൂപമൊക്കെ ഉണ്ടെങ്കിലും സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവെ അങ്ങ് ഇന്ന് രാത്രി ചെയ്യണമേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് തൻ്റെ പദ്ധതി ഈ സമയത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. If we look behind or look backward to the past 23 years, we have stood together, walked together, and the only thing that joins us together is the Holy Spirit in us. കഴിഞ്ഞ 23 വർഷം ഞങ്ങൾ രണ്ടുപേരും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവ് ഞങ്ങളെ നിർത്തിയത്, ഒന്നിച്ചിവിടെ വരെ വന്നത്, ഇതെല്ലാം കാണുമ്പോൾ ഒന്നും ഇത് ഞങ്ങളുടെ പദ്ധതിയല്ല, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. It is only his favor, his mercy. Some people ask me like this, how does the whole heavenly feast movement, how do you manage this? പലപ്പോഴും ജനങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും വലിയൊരു മൂവ്മെന്റിനെ എങ്ങനെയാ ബ്രദറും നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? I said the manager is Holy Spirit, the Lord is Jesus. I am just sitting and watching what he is doing. ഞാൻ അവരോട് പറയാറുണ്ട്, മാനേജർ പരിശുദ്ധാത്മാവാണ്, ഇതിന്റെ കർത്തൃത്വം യേശുവിനാണ്, അവർ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ കണ്ടോണ്ടിരിക്കുക. I just relax and enjoy myself in Jesus Christ. ഞാൻ വളരെ റിലാക്സ് ചെയ്ത് കർത്താവ് ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. Now what is the relevance of the word? എന്താണ് ദൈവവചനത്തിന് ഉള്ള പ്രാധാന്യം? We are going to take the word from the Bible, but what is the relevance when it comes to 2022?
ഈ തിരുവചനത്തിൽ നമ്മളൊരു വേദഭാഗം എടുത്ത് ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ കാലുകുത്താൻ പോകുന്നത് 2022 സംബന്ധിച്ച് അതിനെന്താണ് പ്രാധാന്യം? Many times people say, why are you putting one slogans every year? പലരും ചോദിക്കാറുണ്ട്, ഇത് ഇന്ന വർഷം എന്ന് പറഞ്ഞ ഒരു വർഷത്തിനൊരു പേര് കൊടുക്കുന്നത് എന്താണ്? Because that is what the Holy Spirit wants to do in that year. കാരണം ആ വർഷത്തിൽ കർത്താവിന്റെ പദ്ധതിക്കകത്ത് അതാണ് ചെയ്യുവാനുള്ളത്. Last year we had the year of enlargement. കഴിഞ്ഞ വർഷം വിശാലതയുടെ വർഷമായിരുന്നു. And we saw enlargement in everyone who believed. വിശ്വസിച്ച് ഓരോ മക്കളുടെയും ജീവിതത്തിൽ ആ വിശാലത അവരുടെ ഓരോ കാര്യത്തിലും കാണുവാനിടയായി. And in our personal lives also we saw such an enlargement. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അതേ ദൈവിക വിശാലത ഓരോ മേഖലയിലും കാണുകയാണ്. Now the Bible in Luke chapter 4 there is an incident. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു സംഭവം കാണുന്നു. Jesus walks into the synagogue. ഇതാ യേശുക്രിസ്തു യഹൂദന്മാരുടെ സിനഗോഗിലേക്ക് പള്ളിയിലേക്ക് കയറുകയാണ്. Luke chapter 4 and verse 17 the Bible says it was verse 16 onwards, he came to Nazareth, he was brought up, and he, as his customs was, he went into the synagogue and stood up to read. ലൂക്കോസ് 4:17 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. Now it was his custom, verse 16, to come to the synagogue. 16-ാം വാക്യത്തിൽ താൻ പതിവ് പോലെ ദേവാലയത്തിൽ വന്നു. തന്റെ പതിവായിരുന്നു അവിടെ സിനഗോഗിൽ പള്ളിയിൽ ചെല്ലുന്നത്. Here I want to just add one thing that you should remember, he is coming after 40 days of fasting. ഇവിടെ കർത്താവായ യേശു തന്റെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ടാണ് വരിക. He could have said, I am tired, I am going to rest. No, he made it a point never to miss the synagogue. അതെ, താനെ ക്ഷീണിതനാണ്, എനിക്ക് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ക്ഷീണമാണെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല. തന്റെ പതിവ് പോലെ ഒരിക്കലും മുറ തെറ്റാതെ കർത്താവ് പള്ളിയിൽ പോയിരുന്നു. I want to encourage all those who are watching me, never miss the assembly. Never miss the assembly. Everywhere, even if you are tired, try to make it, because that might be the day of your encounter of one word that can change your destiny. അതുകൊണ്ട് ദൈവവചനം പറയുന്ന സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ദൈവത്തിന്റെ സഭ കൂടി വരുന്ന അസംബ്ലിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം അങ്ങനെ ഒരു സഭായോഗത്തിൽ ഇനി എത്ര ക്ഷീണമാണെങ്കിലും അവിടെ കടന്നു സംബന്ധിക്കണം. അന്നായിരിക്കും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു ഇടപെടൽ നടക്കുന്നത്. Just one meeting, one word can transfer everything in your life. ഒരൊറ്റ മീറ്റിംഗിലെ ഒരൊറ്റ വാക്കിന് നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാനാണ്. I was just remembering one incident when the whole night Peter is toiling and he has come back very tired. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പത്രോസ് തന്റെ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ടോയിൽ ചെയ്തിട്ടും ഒന്നും കിട്ടാതെ ഇരുന്നൊരു ദിവസം. And he was washing his net. He was so sad he wanted to go home. തനിക്ക് വീട്ടിൽ പോകണം, എന്നാൽ മുഴു രാത്രിയിലും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഒടുവില് വലയൊക്കെ കഴുകി നിൽക്കുകയാണ്. And that time Jesus came into his boat. ആ സമയത്ത് യേശു ആ വള്ളത്തിലേക്ക് And കടക്കുകയാണ്. he said, come, let us go deep sea fishing. എന്നിട്ട് ഇങ്ങനെ യേശു കർത്താവ് ആ വള്ളത്തിൽ കയറി അവരോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, വരിക, നിന്റെ വള്ളം ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് മീൻ പിടിക്കാം. He could have said, I am tired. പത്രോസിന് വേണേ പറയാമായിരുന്നു, ഞങ്ങൾ വളരെ I am ക്ഷീണിതരാണ്. tired because I have toiled enough. I want to go and sleep. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് വേണേ പത്രോസിന് പറയാം. And plus you don't understand the sea, so it is at night time the fishing happens. So please let you enjoy your preaching. Let me go and sleep. മാത്രമല്ല പത്രോസിന് വേണേ പറയാമായിരുന്നു, ഞങ്ങൾ മീൻ പിടിക്കാരാണ്, ഈ ഗലീലക്കടലിലെ ഓരോ കോണുമൂല എപ്പോഴാ മീൻ പിടിക്കേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് താങ്കൾ പ്രസംഗത്തിൽ മുമ്പോട്ട് പോയാട്ടെ, ഞാനൊന്ന് ക്ഷീണിച്ചു, ഉറങ്ങിയിട്ട് വരട്ടെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. These might have been the excuses, but then Peter took a step by saying, at your word let me go. പത്രോസിന് വേണേ ഈ ഒഴിവൊഴിവുകൾ പറയാമായിരുന്നെങ്കിലും യേശു പറഞ്ഞു, ആഴത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ, ഓ രാത്രി മുഴുവൻ അധ്വാനിച്ചു നാഥ, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. I believe this was the faith conference of Jesus and Peter. ഞാൻ വിശ്വസിക്കുന്നു പത്രോസിന്റെയും യേശു കർത്താവിന്റെ ഒരു
ഒരു ഫെയ്ത്ത് കോൺഫറൻസ് ആണ് നടന്നത്. This is a meeting that Peter is attending, but in a practical way. ഇവിടെ ഇതാ പത്രോസ് ഒരു ഫെയ്ത്ത് കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാണ്, പക്ഷേ അത് പ്രായോഗിക പരിശീലനമായിരുന്നു. And then what happened is that he is now getting such a lot of fish which he could never have got. It might be in 1 year or 2 year, 2-3 years catch in a second. കർത്താവായ യേശുവിന്റെ വാക്കിന് താൻ വലയിറക്കി ആദ്യമായി സംഭവിച്ചത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതകരമായ മീൻപിടുത്തം ലഭിക്കുകയാണ്. The Bible says he was astonished. നമ്മളിങ്ങനെ വായിക്കുന്നു, പത്രോസും കൂടെയുള്ളവരും ആശ്ചര്യപ്പെട്ടു പോയി. One meeting he attends and he receives something astonishing. യേശു കർത്താവുമായിട്ടുള്ള ഒരൊറ്റ മീറ്റിംഗ്, ഒരൊറ്റ കൂടിക്കാഴ്ച തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. I want to advise you, don't take excuses that you are tired, because that one meeting might change the destiny of yours. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞാൻ ചില ക്ഷീണിതനാണെന്ന് പറയരുത്. ഒരൊറ്റ സഭായോഗത്തും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ക്ഷീണിതനാണെന്ന് പറയുന്നത് ഒറ്റ മീറ്റിംഗിലായിരിക്കും കർത്താവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്കുണ്ടാകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. I want to take it as a word of prophecy. I want to tell you tonight, this word, when you receive it, when you act upon it, you will be astonished. 2022 is a year when you will be astonished, because the pace is going to be so fast. ആകയാൽ ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തരുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ്. 2022 എന്ന് പറയുന്ന പുതുവർഷം നിങ്ങളെ ആശ്ചര്യഭരിതമാക്കുന്ന പോലെ കർത്താവിന്റെ ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുകയാണ്. Do not make excuse, but make your body go to the worship. Make your body not to sleep, but worship God. Listen to him and act. This 2022 is for men and women of faith. ആകയാൽ മനസ്സിന്റെ ശരീരത്തിന്റെ ക്ഷീണതകളുടെ എല്ലാ ഒഴിവുകഴിവുകളെ പുറകിലെറിഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് കുതിക്കുകയാണ്. എന്റെ കർത്താവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ 2022 എനിക്ക് ഏറ്റുമുട്ടലുണ്ട്, അവിടെ എന്റെ ആശ്ചര്യപരമായ നിറവുണ്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് കുതിച്ചാട്ടെ. Oh, let the expectation rise up tonight. പ്രതീക്ഷ ഹൃദയത്തിൽ ഉണർന്നു പൊങ്ങട്ടെ. The expectation of the word of God rise up tonight. ദൈവവചനത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരട്ടെ. Even now as I'm speaking, ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ the anointing is hitting homes and everywhere those are watching. കർത്താവിന്റെ അഭിഷേകം ഓരോ ഭവനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് എനിക്കറിയാം. Oh, the Bible says the anointing will break every yoke. ദൈവവചനം പറയുന്നു, അഭിഷേകം സകല നുകത്തെയും തകർത്ത് കളയും. You are anointed and there should be no yoke upon you. ആകയാൽ നീ അഭിഷേകം പ്രാപിച്ചിരിക്കുക, ഒരു നുകവും നിന്റെ മേൽ നിൽക്കുകയില്ല. Tonight, ഇന്ന് രാത്രി shake off every bondage. Shake off every yoke that is upon you and shout, Christ has set me free. എല്ലാ ബന്ധനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട്, എല്ലാ നുകത്തിന്റെ അമിക്കേറുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, പൊട്ടി വെളിയിൽ വന്നിട്ട് പറഞ്ഞാട്ടെ, എന്റെ യേശുവിനാൽ ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. You can do it. You can do it. You can do it. Do it now. Shout and say, I am the anointed one. I am the man of the season. The Spirit of the Lord is upon me. He has anointed me. I am the man in the purpose. Break loose. ആകയാൽ സഹോദര, പ്രിയ സഹോദരി പറഞ്ഞാട്ടെ, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചിരിക്കുകയാണ്, ഞാനാണ് ഈ സമയത്തിന്റെ ആള്, ഞാൻ ഇനി കാലഘട്ടത്തിന്റെ വ്യക്തി, എന്റെ സമയമാണ് വന്നിരിക്കുന്നത്, ഞാൻ അതിനെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നേറുകയാണെന്ന് പറഞ്ഞു. Oh, the Bible says in Psalm 62 verse 5. ആ സങ്കീർത്തനം 62:5 നമ്മൾ ഇങ്ങനെ Oh, വായിക്കുന്നു, my expectation is in you, O Lord. കർത്താവേ നിന്നിലാകുന്നു എന്റെ പ്രതീക്ഷ. You are my strength. You are my refuge. So my expectation is in you. Tonight, let 2022, your expectation, your source of supply, your everything, let it be Christ alone and Christ alone and Christ alone. ഓ, നീയാണ് എന്റെ ശക്തി, നീയാണ് എന്റെ ശൈലം, നീയാണ് എന്റെ കോട്ട, നീയാണ് എന്റെ അഭയസ്ഥാനം, നിന്നിലാണ് എന്റെ പ്രതീക്ഷ എന്ന് വചനം പറയുന്ന പോലെ ദൈവത്തിന്റെ പൈതലെ കുടഞ്ഞെഴുന്നേറ്റിട്ട്, ഓ പ്രതീക്ഷ വളരട്ടെ, പ്രതീക്ഷ ഉയരട്ടെ. Oh, what is happening today when I'm preaching? ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ എന്താണ് When we സംഭവിക്കുന്നത്? are preaching to you, what is happening? ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് രാത്രി കൂടെ സംസാരിക്കുമ്പോൾ Your എന്താണ് സംഭവിക്കുന്നത്? expectation is rising up. നിങ്ങളുടെ അകത്തെ പ്രതീക്ഷ And ഉയരുകയാണ്. when the expectation is rising up, നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷ ഉയരുമ്പോൾ mix it with faith. അത് വിശ്വാസമായി The കലർത്തിയാട്ടെ. God-given faith inside of you. നിങ്ങളുടെ അകത്ത് ദൈവം തന്ന വിശ്വാസമുണ്ട്. And take it by force in Jesus' name. യേശുവിന്റെ നാമത്തിൽ ബലാത്കാരത്തോടെ പിടിച്ചെടുത്തു. Oh, shout and say, I can do all things. ആകയാൽ വിളിച്ചു പറഞ്ഞോട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം Oh, the എനിക്ക് anointing. സകലവും The ചെയ്യുവാൻ കഴിയും. anointing
anointing that is upon me, എന്റെ മേലുള്ള അഭിഷേകം, Christ that is inside of me, എന്നിലുള്ള അഭിഷേകമായ ക്രിസ്തു, the God's faith that is in me, ദൈവത്തിന്റെ വിശ്വാസം എന്നിലുണ്ട്. there is no mountain that can stand in front of me. എന്റെ മുമ്പിൽ ഒരു മലയ്ക്കും ഇനി നിൽക്കാനാകില്ല. Blessed be the name of Jesus. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. No more excuses. ഇനി യാതൊരു ഒഴികഴിവും വേണ്ട. No more excuses. ഇനി ഒഴികഴിവുകൾ വേണ്ട. When Jesus was walking to that pool side, യേശു കർത്താവ് ആ കുളക്കടവിലേക്ക് പോകുമ്പോൾ, oh, he asked that man, ആ മനുഷ്യനോട് he ചോദിച്ചു. was complaining many things. പലതും തന്നെ അവിടെ പരാതി പറഞ്ഞു. Jesus said, യേശു പറഞ്ഞു, are you willing? നിനക്ക് മനസ്സുണ്ടോ? Are you willing? നിനക്ക് മനസ്സുണ്ടോ? At that word, അവരൊറ്റ വാക്കിൽ what is happening? എന്താണ് His സംഭവിച്ചത്? expectation is rising. അവന്റെ ഹൃദയത്തിലെ പ്രതീക്ഷ His ഉയർന്നു. expectation is rising. പ്രതീക്ഷ ഉയർന്നു. Something different is in this word. എന്തോ ഈ വാക്കിനകത്തുണ്ടല്ലോ. This man is different. ഓ, ഈ വന്നിരിക്കുന്ന യേശു എന്ന വ്യക്തിക്ക് എന്തോ വ്യത്യാസമുണ്ടല്ലോ. Everyone else said, we have no time to help you. You lie over there. They were condemning me, but this man is raising my expectation. 38 വർഷത്തിന്റെ അനുഭവത്തിൽ ഈ വ്യക്തിക്കറിയാം, മറ്റു വന്നവരെല്ലാം തന്നെ കുറ്റം ചുമത്തി, നീ അവിടെ കടന്നു, നിന്നെ സഹായിക്കാൻ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു വ്യക്തി മാത്രം, ഈ യേശു മാത്രം, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വാക്കിൽ തനിക്ക് പ്രതീക്ഷ ഉണരുകയാണ്. Every time many people used to tell me, this is not the time. Many people told me that it is because of your works that you are suffering. Many people came and made many expectations, but this man is talking something different. Are you willing? He is raising my expectation. I think this time is now. ഓ, ആ വ്യക്തി ഈ പ്രകാരം ചിന്തിച്ചു. പലരും എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. വന്നവരൊക്കെ പറഞ്ഞത് നിന്റെ കുഴപ്പമാണ്, നിന്റെ സമയമായിട്ടില്ല, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനാകില്ല. എന്നാൽ ഈ വ്യക്തി ഈ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ആ കണ്ണുകളിൽ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഉള്ളിൽ പ്രതീക്ഷ വളരുകയാണ്. ആ വാക്കുകൾ എനിക്കെന്തോ ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ എന്നെ ബലപ്പെടുത്തുകയാണ്. The Holy Spirit is reminding me tonight, do not live in your past. Do not live in your old failures. He will never condemn you. In Christ there is no condemnation. This is your year. Stop making excuses. Let the expectation rise. There is something extraordinary that is happening right now in your home. പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് ഒരിക്കലും നിന്നെ കുറ്റം ചുമത്തി നിന്റെ പഴയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. പിമ്പിലുള്ളത് മറന്ന്, പിമ്പിൽ വന്ന പരാജയങ്ങൾ, പിമ്പിൽ വന്ന കാര്യങ്ങൾ മറന്നിട്ട് മുമ്പോട്ട് കുതിച്ചെഴുന്നേൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തുവാൻ ഇതാ തയ്യാറായിരിക്കുന്നു. Now the word is acting in you, raising up expectation. Notice it doing. It is stirring up the faith inside of you. ഇന്ന് ഇപ്പോൾ എന്താണ് ദൈവത്തിന്റെ വചനം നിന്നിൽ ചെയ്യുന്നത്? ഈ വചനം നിന്റെ ഉള്ളിൽ വന്നിട്ട് വിശ്വാസത്തെ ഉണർത്തി കത്തിച്ച് നിന്നെ ചാടി എഴുന്നേൽക്കുമാറാക്കുകയാണ്. I believe one thing. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു. As Jesus asked him, യേശു അവനോട് are പറഞ്ഞു, you willing? നിനക്ക് മനസ്സുണ്ടോ? Take your bed and walk. നിന്റെ കിടക്ക എടുത്ത് നടക്കാം. Involuntarily he would have stood up. ഓ, പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് പോയി. He would not have even realized what happened. എന്താണ് ഈ സംഭവിക്കുന്നതിന് മനസ്സിന് പോലും പിടികിട്ടിയില്ല. The same way. അതുപോലെ തന്നെ Oh, the big catch will astonish you. Your healing will astonish you. Your change of situation will astonish you. 2022, you will be amazed what God is going to do about it. അത്ഭുതകരമായി നിനക്കുണ്ടാകുന്ന മീൻപിടുത്തത്തിൽ നീ അത്ഭുതപ്പെടുവാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുത സൗഖ്യത്തിൽ നീ അത്ഭുതപ്പെടുവാൻ പോകുകയാണ്. നിന്റെ സാഹചര്യം പാടെ മാറി മറിയുന്ന ഇത് കണ്ട് നീ അത്ഭുതപ്പെടുവാൻ പോകുകയാണ്. 2022 നിന്നെ അത്ഭുത പരതന്ത്രനാക്കുന്ന നാളുകളാണ്. Hallelujah! Blessed be the name of Jesus. യേശു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. The word of God is written over here. ദൈവവചനം ഇവിടെ എഴുതിയിരിക്കുന്നു. The Bible says, ബൈബിൾ പറയുന്നു, Jesus came on that Sabbath, യേശു ആ ശബ്ബത്തിൽ വന്നു, took the book of Isaiah യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം and തുറന്നു. read out from the book. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. He said, the Spirit of the Lord is upon me because he has anointed me. He was reading out of Isaiah 61. യെശയ്യാ പ്രവചനം 61 നിന്ന് യേശു കർത്താവ് സിനഗോഗിൽ വായിച്ചതാണ് നമ്മൾ മുമ്പേ വായിച്ചു കേട്ടത്. Now this word has been read in every Sabbath. Many times this might have been repeated. ഈ ഓരോ ശനിയാഴ്ചകളും ഓരോ ശബ്ബത്ത് നാളിലും യഹൂദ പള്ളികളിൽ ഇത് എത്രയോ നാളുകളായി വായിക്കപ്പെട്ട ഭാഗമാണ് യെശയ്യാ. Oh, this might have been read many times. ഇത് പലവരും വായിച്ചതാണ്. But that day something was different. എന്നാൽ പലവരും വായിച്ചപ്പോൾ ഒന്നും സംഭവിക്കാഞ്ഞത് അന്ന് വായിച്ചപ്പോൾ യേശു വായിച്ചപ്പോൾ സംഭവിക്കുകയാണ്. Jesus said it like this. യേശു ഇങ്ങനെ പറഞ്ഞു. In verse 21 he said,
4:21 ലൂക്കോസ് 4. Today, ഇന്ന് the scripture ഈ is fulfilled at your hearing. ഇന്ന് എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തിയായിരിക്കുന്നു. Today, ഇന്ന് the book of Isaiah, യെശയ്യാ the പുസ്തകം, prophetic word, ആ പ്രവചന has ഗ്രന്ഥം been written many years. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ യെശയ്യാവ് You might have read it 100 times. നിങ്ങളൊരു 100 തവണ വായിച്ചു കാണും. You might have learned and heard about it many times. 100 കണക്കിന് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. But today, എന്നാൽ ഇന്ന് this word ഈ is തിരുവെഴുത്ത് becoming a rhema for you. അത് നിങ്ങൾക്ക് റീമായായി 2022, 2022 we are going to see something amazing. അത്ഭുതകരമായതെന്തോ നമ്മൾ കാണാൻ The പോകുന്നു. Bible says ബൈബിൾ പറയുന്നു, in the book of Isaiah യെശയ്യാ പ്രവചനം 35, 35, this is a year of excellence. ഇത് എക്സലൻസിന്റെ വർഷമാണ്. The glory itself is so good that you cannot handle. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് നമുക്കാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എക്സലന്റ് രീതിയിലായിരിക്കും. But this year it is the excellence, the cream of the glory. ദൈവ മഹത്വത്തിന്റെ ഏറ്റവും ഉന്നത ഭാവമായിരിക്കും വെളിപ്പെടാൻ പോകുന്നത്. Oh, when I was preparing for the message, ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ the Holy Spirit started talking to me. പരിശുദ്ധാത്മാവിനോട് സംസാരിപ്പാൻ തുടങ്ങി. 2019, 2019 we talked from the book of Isaiah 49. യെശയ്യാവ് 49 നിന്നാണ് പരിശുദ്ധാത്മാവ് 2020, we talked from Isaiah 54. 2021. 2021 യെശയ്യാ 54 നിന്നാണ് ഇടപെട്ടത്. The Lord told me like this. ഇങ്ങനെയാണ് പറഞ്ഞത്. Because of many circumstances, because people could not come out because of lockdown, many things could not happen those years. But this 2022, it is going to overtake all the word that you hear. It will be accomplished. കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മൾ പലത് കേട്ട വചനങ്ങൾ ആ ലോക്ക്ഡൌൺ പീരീഡുകളിൽ നമ്മളായിരുന്നു. എന്നാൽ 2022 ഈ വചനം അതിനൂടെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ അനുഭവിക്കാൻ പോകുകയാണ്. Many people ask, what happened to the word which you spoke? Everything is closed. Your word has gone into empty space. My dear, the word does not go into empty space. The word is settled in heaven. 2022, it is going to be a latter rain. Every word will be accomplished. Adopt anyone who believes. പലരും ചോദിച്ചു, പറയപ്പെട്ട വചനമെന്തിയെ, അതെവിടെ ക്രിയ ചെയ്തു? എന്നാൽ ദൈവവചനം എന്നേക്കും സ്ഥിരപ്പെട്ട വചനം, അതിനൊരിക്കലും മാറ്റമില്ല. 2022 അതൊരു അന്ത്യ മഴയായി, അന്ത്യ പെരുമഴയായി അത് ക്രിയ ചെയ്യാൻ പോകുകയാണ്. Oh, we are so excited. ഞങ്ങൾ വളരെ ആശ്ചര്യത്തിലാണ്. The Bible says ബൈബിൾ പറയുന്നു in Isaiah 35 and verse 2, this is the message for today and this is the message for 2022. 2022 is going to be the year of excellence of the glory of God. യെശയ്യാ പ്രവചനം 35 2 വാക്യത്തിൽ നമ്മൾ ഇതാ ഈ പുതുവർഷത്തിലേക്കുള്ള സന്ദേശം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. പുതുവർഷം ദൈവ മഹത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായത് നമ്മൾ കാണാൻ പോകുകയാണ്. Oh, blessed be the name of Jesus. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. The Bible says, തിരുവചനം it പറയുന്നു, shall blossom abundantly and rejoice. The deserted place. We can start reading from verse 1. യെശയ്യാ പ്രവചനം 35. യെശയ്യാ പ്രവചനം 35 1 മുതൽ വായിക്കപ്പെടുന്നു. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. The deserted place will rejoice and blossom like rose. മരുഭൂമി ആനന്ദിക്കും, മാത്രമല്ല പനിനീർ പുഷ്പം പോലെ, റോസാ പുഷ്പം പോലെ അത് പൂത്തുലയും. Verse 2. 2 വാക്യം, It shall blossom abundantly and rejoice. അത് മനോഹരമായി സമൃദ്ധിയായി പൂത്ത് ഉല്ലസിക്കും, ആനന്ദിക്കും. Even with joy and singing. ഉല്ലാസത്തോടും സംഗീതഘോഷത്തോടും കൂടി അത് ഉല്ലസിക്കും. The glory of Lebanon shall be given to it, the excellence of Carmel and Sharon. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെ ശാരോനിന്റെ ശോഭയും അതിന് കൊടുക്കപ്പെടും. And they shall see the glory of the Lord, the excellency of our Lord. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. Oh, the Bible says തിരുവചനം പറയുന്നു that the joy and singing and blossoming of the deserted places. ഇതാ മരുഭൂമിയിലെ
പാട്ടും ഉല്ലാസവും നൃത്തവും അത് പൂത്തൊലയുന്നതുമാണ് ഇവിടെ വായിക്കുന്നത്. If I make it short, I will tell you this year is the year for the church to arise in the anointing, arise in the revelation, arise in the glory of God. This is your time to arise. ഈ തിരുവചന ഭാഗം ഞാൻ ചുരുക്കി പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ഇത് ദൈവിക മഹത്വത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന, പൂത്തുലയുന്ന, അത്ഭുതകരമായി പരിലസിക്കുന്ന നാളുകളായിരിക്കും. I want to tell you again, you might be tired, you might be saying my church is going down, my church is going to close, but I'll tell you, God is going to enter into the Kairos moment. Everyone who has been purchased by his precious blood, his anointing upon them, he is going to shake the whole earth, and the church is going to arise in its fullest glory. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും എന്റെ സഭ ശുഷ്കിച്ചു പോയല്ലോ, ഈ കാലഘട്ടത്തിൽ അത് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണല്ലോ എന്ന് പോലും പറയുന്നുണ്ടായിരിക്കും. എന്നാൽ ദൈവജനത്തിനു വേണ്ടി കർത്താവ് ഒരു മഹാവീരനെ പോലെ കാൽ ചവിട്ടിക്കൊണ്ട് ഒരു പുതു കാലഘട്ടം ആരംഭിക്കുന്ന നാളുകൾ ഇതാ മുമ്പിൽ വന്നിരിക്കുന്നു. When the glory of God comes down, all the deserted place starts to blossom, and there will be joy, and there will be singing, there will be a restoration of radical worship, there will be a restoration of radical faith, there will be a restoration of many things, and that too in a radical manner. ദൈവത്തിന്റെ മഹത്വം അത് മരുഭൂമിയിലായിക്കൊള്ളട്ടെ, ഇറങ്ങി ആവസിക്കുമ്പോൾ സംഭവിക്കുന്നത് അവിടം പൂത്തൊലഞ്ഞിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിശ്വാസം അതിന്റെ അതിതീവ്രതയിലേക്ക് മാറ്റപ്പെടും. ദൈവ പ്രവൃത്തികൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിതീവ്രമായ ഭാവത്തിൽ വെളിപ്പെടും, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ. I was checking in different versions, in different explanation, the word Isaiah 35:2. യെശയ്യാപ്രവചനം 35:2 പല പരിഭാഷകളിലും പല ഗ്രന്ഥങ്ങളിലും ഞാൻ നോക്കുകയാണ്. And it is all talking about the church becoming alive again. ആ വേദഭാഗങ്ങളെല്ലാം പല ദൈവദാസന്മാരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ളത് സഭ അതിന്റെ പൂർവ്വ മഹത്വത്തോടെ ഈ പ്രകാശിക്കുന്നതിനെ കുറിച്ചാണ് ഈ മരുഭൂമി It is പറയുന്നത്. talking about the church entering to a phase of fruitfulness and pasturage. സഭ അതിന്റെ പൂർണ്ണ ഫലം കൊടുക്കുന്ന നാളുകളിലേക്ക്, ചരിത്രത്തിൽ ഏറ്റവും അധികം സഭയെ കർത്താവ് കണ്ട പൂർണ്ണ ഫലത്തിലേക്ക് വരുന്ന The കാലമായി. church is going to enter into a phase where the word will become important, anointing will be valued, because the glory of God, which is the latter glory, is going to hit the earth. ദൈവ വചനത്തിനും ദൈവിക അഭിഷേകത്തിനും സഭ അതിന് കൊടുക്കേണ്ട വില കൊടുത്ത് മഹാപ്രഭാവത്തോടെ സഭ ഉണരുന്ന കാലമായിരിക്കും ഈ മുമ്പിലുള്ളത്. In 1 Corinthians 13:11 the Bible says, we knew in part, but now face to face, meaning the revelation of the church in its authority and glory. 1 Corinthians 13 നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ നാം ഭാഗമായി അറിയുന്നു, എന്നാൽ നാം മുഖാമുഖമായി കാണുമെന്ന് പറയുന്ന പോലെ ദൈവ പ്രവൃത്തി അതിന്റെ പുതിയൊരു ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് മുഖാമുഖം കാണുന്ന കാലം. In Revelation chapter 22 the Bible says, and there shall be no more curse, the throne of God and of the Lamb shall be in it, and his servants shall serve him. They shall see face, and the name shall be written on their forehead. There shall be no light there. There need no lamp nor light or the sun, for the Lord God himself will be the light, and he reigns forever. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 3 മുതൽ 6 വരെ, അതിന് 22-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രകാരമാണ് വായിക്കുന്നത്, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുണ്ട്. വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. Oh, the Bible is talking about 2022 when
Isaiah 35 is talking of the church, meaning to say that tangible presence, the touching presence, the revealing presence will be in the church every time you are ready to worship him. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൽ സഭയുടെ അടുത്ത ഒരു ഘട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ തൊടാവുന്ന നിലയിൽ, കർത്താവിന്റെ പ്രസൻസ് അനുഭവിക്കാവുന്ന നിലയിൽ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമായിരിക്കും മുമ്പിലുള്ളത്. There shall be no curse, and the servants of the Lord will worship him directly, seeing face to face, meaning supernatural experience, supernatural glory, supernatural faith. In such a manner you will be walking amazed what is happening these times. ഈ ശാപമുണ്ടാകിയില്ല, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും എന്നെഴുതിയിരിക്കുന്നത് പോലെ സഭയിൽ സൂപ്പർനാച്ചുറലായ പ്രകൃത്യാതീതമായ നിലയിലുള്ള ദൈവിക വെളിപ്പാടുകൾ ഈ കാലങ്ങളിൽ ഇനി മുൻപോട്ട് അതിന്റെ പൂർണ്ണ നിലയിൽ വരാൻ പോകുകയാണ്. കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന തൊടുന്ന അനുഭവം സഭയിൽ നിലനിൽക്കും. The church is going to arise in such authority, such glory, that people will see the name of Jesus written on you, and the nations will be afraid of you. മാത്രമല്ല, ലോക രാജ്യങ്ങൾ, ലോകത്തിലെ ജനങ്ങൾ നിങ്ങളുടെ നെറ്റിമേൽ യേശു കർത്താവിന്റെ നാമം എഴുതിയിരിക്കുന്നത് അവരുടെ കണ്ണാലെ കണ്ട് അമ്പരന്ന് പോകുന്ന നാളുകൾ. Oh, the Bible says this is what is going to happen, is that you will have an extraordinary favor, extraordinary release of people, that you will see, people will see what is happening in your life. ദൈവത്തിന്റെ വചനം പറയുന്നത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നിനക്ക് ദൈവം തരുന്ന കരുണ, ആ ഫേവർ കാരണം ജനങ്ങൾ നിന്റെ മേൽ ദൈവം ചെയ്ത മഹാപ്രവൃത്തികൾ കാണും. ഇതെന്തൊരു ദൈവപ്രവൃത്തി എന്ന് പറയുമ്പോൾ, meaning to say there will be an accelerated restoration. അതിന്റെ അർത്ഥം ദൈവം സകലവും പഴയ പോലെ ആക്കി തീർക്കുന്ന, റെസ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വേഗതയിൽ നടക്കും. The book of Amos chapter 9 and verse 13 onwards, the Bible says like this. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. Oh, that is the word attached to this prophecy. ഈ ദൈവവചനത്തോട് ചേർന്നുള്ള ഒരു പ്രവചനമാണ്. Amos chapter 9 verse 13 to 15. ആമോസ് 9:13 മുതൽ 15 വരെ ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. Oh, the Bible is saying that there will be the pace of the restoration will be so fast. ദൈവം കാര്യങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന, റിസ്റ്റോർ ചെയ്യുന്ന, അതിന്റെ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടിരുന്ന വളരെ വേഗം നടക്കും. I am looking and seeing some of the youth, some of the people of God, men of God, who will say, will not wait for time. They will accelerate the time, and they will say the time is now, revival is now, harvest is now. We are going to arise and shine for the glory of God. ഞാൻ എന്റെ മുമ്പിൽ കാണുന്ന ബാലകരെയും യുവാക്കന്മാരെ അവരെ ഒരു കാലത്തിനു വേണ്ടി കാത്തിരിക്കുകയില്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് അത് ഇപ്പോൾ നടക്കും, ഇപ്പോൾ ഞാനത് കാണും എന്ന് പറഞ്ഞ് കുതിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ കാണുക. Oh, the Bible is saying connected to this in verse Isaiah 60, arise, shine, for the light has come, the glory of the Lord has risen upon you. Behold, darkness shall cover the earth, deep darkness the people, but the Lord will arise upon you, and the Gentiles shall come to your light, and the kings to the brightness of your rising. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നീ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഓ, അന്ധകാരം ജാതികളുടെ മേലും കൂരിരുട്ട് വംശങ്ങളുടെ മേലും വരുമ്പോൾ നിന്റെ മേലോ യഹോവയുടെ തേജസ് പ്രത്യക്ഷമാവും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും. Meaning to say there is going to be an unusual harvest if the church believes in itself, if the church realizes its responsibility, if the church realizes its authority, if the church realizes why it is on this planet. I'll tell you, your light, your glory will be seen, and Gentiles will run to your church. No more advertisements. The Holy Spirit and the presence of God will be your address. അതിന്റെ അർത്ഥം സഭ തങ്ങൾ തന്നെ ആരെന്ന് തിരിച്ചറിയുമ്പോൾ, സഭ എന്താണെന്ന് സഭ തിരിച്ചറിയുമ്പോൾ, സഭയുടെ മഹത്വം, സഭയുടെ അധികാരം, സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന അതിന്റെ പദവി തിരിച്ചറിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ജാതികൾ, രാജ്യങ്ങൾ അതിന്റെ ഉദയശോഭയിലേക്ക് പാഞ്ഞു വരും. ഞങ്ങളും വരുന്നു എന്ന് പറയുന്ന കാലങ്ങളാണ്. Oh, the Amos chapter 9 verse 13 to 15 in the Message translation
translation reads like this. ആമോസിന്റെ പ്രവചനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ അതിന്റെ മെസ്സേജ് ബൈബിൾ ഇങ്ങനെയാണ്. Yes, indeed, I won't be long now. It is God's decree. God is a King of kings and he makes a decree. ഇവിടെ ഇതാ ദൈവത്തെ രാജാവായിട്ട് പറഞ്ഞു ദൈവം ഒരു വിളംബരം ചെയ്യുന്നു. And things are going to happen so fast that your head will swing one thing first on the heels of another. കാര്യങ്ങൾ അതിവേഗം നടക്കുന്ന കണ്ട് നിങ്ങളുടെ തലയ്ക്ക് അത് പിടികിട്ട തല സ്വിം ചെയ്യും, നിങ്ങളുടെ തല കറങ്ങുമാറ് വളരെ വേഗത്തിൽ കർത്താവ് ചെയ്യും. You won't be able to keep up. Everything will be happening at once. Everywhere you look, blessing upon blessing. നിങ്ങൾക്ക് അത് വഹിച്ചുകൂടാതെ വണ്ണം നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം അനുഗ്രഹം, അനുഗ്രഹത്തിന്റെ മാരി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത വഹിക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തി. Blessing like the wine pouring off the mountain and the hills. I will make everything right again for my people, says the Lord. എപ്രകാരമുള്ള അനുഗ്രഹം മലകളിൽ നിന്ന് വീഞ്ഞൊഴുകി വരുന്നത് പോലെ, പർവ്വതങ്ങളിൽ നിന്ന് പുതുവീഞ്ഞ് കുതിച്ചൊഴുകി വരുന്ന പോലെ ദൈവിക അനുഗ്രഹം നിങ്ങളുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ദൈവ പ്രവൃത്തി നിങ്ങൾ. That is talking about the word of God and the anointing, the pasture and the fruitfulness, which is the Sharon and the Lebanon, which 35:2 is talking. 35 നമ്മൾ കാണുന്ന ഷാരോനും ലെബനോനും എന്ന് പറയുന്ന അനുഭവം അതാണ്. ദൈവവചനത്തിന്റെയും ദൈവിക അഭിഷേകത്തിന്റെയും കവിഞ്ഞൊഴുക്കിനാൽ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തികൾ കാണുമ്പോൾ ലോകം, ജാതികൾ, രാജ്യങ്ങൾ ഭയന്ന് അതിലേക്ക് ഓടി വരും. Oh, I am telling you, I am talking to people who are receiving the word in all seriousness. They will have the anointing. They will not lose the anointing. They will take care of themselves, abiding in Christ, receiving from him. He is the vine and we are the branch. And let me tell you, you will become the display of blessing and you will never be able to, the blessing will overtake you according to Deuteronomy 28:2. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് ആർക്കാണ് സംഭവിക്കുന്നത്? യേശു കർത്താവ് തന്നെ സാക്ഷാൽ മുന്തിരിയും അവന്റെ കൊമ്പുകളുമായി ആ കർത്താവിൽ വസിച്ച് തങ്ങളെ തന്നെ കർത്താവിൽ ഏൽപ്പിച്ച് തങ്ങളെ തന്നെ സൂക്ഷിച്ച് കർത്താവിൽ മുൻപോട്ട് പോകുന്ന ജനങ്ങളിലൂടെ ഈ മഹാകവിഞ്ഞൊഴുക്ക് ലോകം കാണുക തന്നെ ചെയ്യും. If the blessing of Abraham was in Hebrews chapter 6 and verse 14, where blessing I will bless you and with multiplication I will multiply you, that was the blessing of Abraham through Christ that has come upon us. ഇബ്രായ ലേഖനം 6:14 നമ്മൾ വായിക്കുന്നു, അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അബ്രഹാമിനോട് അരുളിച്ചെയ്ത ആ അനുഗ്രഹം ക്രിസ്തു മുഖേന എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുക. If that is the blessing upon Abraham, according to Isaiah 32:2, when it is talking about the goodness, excellence of Carmel and Sharon, it is flourishing with flourishing. ശ്രദ്ധിക്കാതെ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മളിൽ വന്നെങ്കിൽ യെശയ്യാ 35 നമ്മൾ വായിച്ച പോലെ കർമ്മേലിന്റെ ഷാരോണിന്റെ ആ കവിഞ്ഞൊഴുക്കെന്ന് പറഞ്ഞാൽ അതേ അനുഗ്രഹം വീണ്ടും അതിമഹത്തായ നിലയിൽ കവിഞ്ഞൊഴുകുകയാണ്. Flourishing with flourishing. അത് മഹത്വപൂർണ്ണമായി വീണ്ടും വീണ്ടും പൂത്തുലയുകയാണ്. Meaning to say, it is like an adorning upon the hills, just like the Lebanon, the cedar is an adorning upon Lebanon. Your flourish, churches will flourish upon flourishes by the distinguished power of Christ, the grace of his power. ഒരു പർവ്വതം മുഴുവൻ വീണ്ടും ഒരു മഹത്വത്തിന്റെ പുതപ്പ് പുതച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ലെബനോണിലെ ദേവദാരുക്കൾ അതിനെ അലങ്കരിച്ചാൽ എങ്ങനെ ഇരിക്കും? ആയതുപോലെ തന്നെ സഭകൾ അതിന്റെ ദൈവ പ്രവൃത്തിയിൽ, അഭിഷേകത്തിൽ, ദൈവ മഹത്വത്തിൽ, അനുഗ്രഹത്തിൽ നിറഞ്ഞു പ്രകാശിക്കുന്ന നാളുകൾ. Flourishing by flourishing. അത് നിറഞ്ഞു പ്രകാശിക്കുകയാണ്. And that will be the effect of the power of grace of Christ that is upon the church by his power. കർത്താവ് തന്റെ ശക്തിയാൽ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹാകൃപയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വമാണ്. It will be a distinguishing the power and evidence that comes from the proof that is the faith in Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കുന്നതിന്റെ തെളിവായിരിക്കും. I want to tell you again, the glory will be so evident that every church, every meeting, everywhere you and me walk, infallible proofs will be displayed
displayed by the power of ദൈവ God. മഹത്വം അപ്രകാരം നിറഞ്ഞു കവിയും. എങ്ങനെയെന്നറിയാമോ? ഞാനും നിങ്ങൾ നടന്നു പോകുമ്പോൾ അതിന്റെ സാന്നിധ്യത്തിൽ രോഗികൾ സൗഖ്യമാകുകയും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയും ചെയ്യുന്ന നിലയിൽ ഈ ദൈവമഹത്വം നിറയും. In the book of Acts, when Jesus rose up, കർത്താവായ യേശുവിന്റെ പുനരുത്ഥാന സമയത്ത്, and when Jesus rose up from the dead, യേശു മരിച്ചവരിൽ നിന്ന് the ഉയർത്തപ്പെട്ടു. Bible says, ബൈബിൾ പറയുന്നു 40 days 40 he ദിവസം proved to the disciples, തന്റെ ശിഷ്യന്മാർക്ക് താൻ തെറ്റിക്കൂടാത്ത തെളിവുകളാൽ തെളിയിച്ചു കൊടുത്തു. those disciples who did not believe him, those disciples who were not yet born again, meaning to say, even people who are not born again, even people who could not understand the gospel, but with the signs and wonders and miracles which will be evident to all by the faith that you are going to operate. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് തെറ്റിക്കൂടാത്ത തെളിവുകളാൽ അവർ വീണ്ടും വീണ്ടും അവിശ്വസിച്ചിട്ടും വെളിപ്പെട്ടതുപോലെ അവർ വീണ്ടും ജനന അനുഭവം പ്രാപിക്കുന്നതിന് മുമ്പേ അവർക്ക് വെളിപ്പെട്ടെങ്കിൽ ഇതുവരെയും കർത്താവിനെ അറിയാത്ത ആ പുതുജന്യ അനുഭവം ലഭിക്കാത്ത ജനങ്ങളുടെ മധ്യത്തിലേക്ക് സഭയിലൂടെ കർത്താവ് അതിമഹത്വത്തോടെ വീര്യ പ്രവൃത്തികളാൽ ദൈവ പ്രവൃത്തികളാൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത നിലയിൽ വെളിപ്പെടും. Oh, I want to talk to everyone who is listening to me. Let today, tonight, by the hearing of this word, let this word be accomplished in your life. I want to tell you, you who are filled with the glory of God, whatever you do will prosper in an excellence. Businessman, gear up for an excellence. Wherever you walk, wherever you touch, the infallible proof that Christ is in you will be displayed. ആകയാൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് തുറയുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സുവിശേഷത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടാക്കുന്ന എക്സലന്റ് വേയിൽ വിശിഷ്ടമായ നിലയിൽ ഈ കാലം നിങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പോകും. Because when the glory of God is coming, the presence of God surrounds you. As Psalms 114 says, hey Jordan, why are you fleeing? Hey mountains, why are you leaping up and down? They all say one thing, there is a group coming, 3 million coming. It is not the crowd but the presence of God that is accompanying them. 114 സങ്കീർത്തനം പറയുന്ന പോലെ, പർവ്വതങ്ങളെ നിങ്ങൾ കുന്നുകളെ നിങ്ങൾ തുള്ളുന്നത്, പർവ്വതങ്ങളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത്. ഓ, വരുന്നുണ്ടൊരു ജനം, 30 ലക്ഷം ജനം. ആ ജനമല്ല, മറിച്ച് അവരുടെ മേലെ ഒരു മഹത്വം നിൽക്കുന്നു. ആ മഹത്വം നിൽക്കുന്നതിനാൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന പോലെ ഈ കാലഘട്ടം ദൈവത്തിന്റെ ജനത്തിലൂടെ ലോകമിളകുന്ന കാലം. When I was preparing the message, I saw a vision like this. ഈ സന്ദേശം എനിക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി. When Israel was marching forward, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് മുമ്പോട്ട് മാർച്ച് ചെയ്യുമ്പോൾ, the very news that Israel is coming was creating fear and panic upon the people. ഈ ജനം വരുന്നുവെന്ന് കേട്ടപ്പോൾ ഓരോ സ്ഥലത്തുള്ള ജനങ്ങൾ പരിഭ്രാന്തരായി എന്ന് നമ്മൾ വായിക്കും. Because the presence of God with them was shaking the place. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് അവരുടെ മേൽ നിന്ന ദൈവ മഹത്വം നിമിത്തം അവരെ കണ്ടപ്പോൾ ജനങ്ങൾ ഉരുകിപ്പോയി നമ്മൾ വായിക്കും. They did not have any weapon, they did not have any ammunition, they did not have any army, but God was their strength, God was their everything, God was in front of them, God was behind them. Oh, the Bible says righteousness shall be your breastplate and the glory of God your rear guard. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിട്ടല്ല, അവരുടെ കയ്യിൽ വലിയൊരു ആർമി ഉണ്ടായിട്ടില്ല, മറിച്ച് ദൈവം തന്നെ പടനായകനായി, ദൈവം തന്നെ അവരുടെ രക്ഷാ കവചമായി, ദൈവം തന്നെ അവരുടെ മേൽ മഹത്വമായി നിന്നതുകൊണ്ട് അവരെ കണ്ട ജനം ഭയന്ന് വിറച്ചു എന്ന് നമ്മൾ വായിക്കും. Oh, they trusted what God told them. ദൈവം അവരോട് എന്ത് പറഞ്ഞു അത് അവരെ പരിപൂർണമായി ആശ്രയിച്ചു. Oh, I saw something very beautiful. ഞാൻ കണ്ട കാഴ്ച വളരെ പ്രത്യേകതയുള്ളതാണ്. The very news that Israel is coming, the Jericho, the whole wall, they shut it tight. No one goes out, no one goes outside because Israel is coming. ഇസ്രായേൽ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഭയം കാരണം എരിഹോ പട്ടണം, അത്ര അടച്ചുറപ്പുള്ള പട്ടണം, അതിലെ ജനങ്ങൾ പരിഭ്രാന്തരായി അവരുടെ പട്ടണം, അവരുടെ കോട്ട അടച്ച് ഉറപ്പാക്കിയിരുന്നു നമ്മൾ വായിക്കും. Oh, God told Joshua, see, I have given you Jericho. എന്നാൽ യോശുവയോട് ദൈവം പറഞ്ഞു, എരിഹോ നിനക്ക് നൽകിയിരിക്കുന്നു, നീ അത് നോക്കി
കാണുക. See, it is already given. നിന്റെ കയ്യിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. Oh, when the Bible says, when Joshua came, he did not use arms, he did not use ammunition, he did not have an army, but they thought they will push the door. The door was not there. The whole world collapsed before the presence of God. ശ്രദ്ധിക്കുക, യോശുവ വന്നപ്പോൾ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് ദൈവമഹത്വത്തിന്റെ തണലിൽ അവർ വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ആർമി ഉണ്ടായിരുന്നില്ല, അവർക്ക് ഒരു ആയുധം ഉണ്ടായിരുന്നില്ല, അവരെ കതകിനെ പിടിച്ചുലച്ചില്ല, പട്ടണത്തിന്റെ വാതിലിന് അവർ ഒന്നും ചെയ്തില്ല. മറിച്ച് ആ വാതിലടക്കം ആ കോട്ട മുഴുവനായി അവരുടെ മുമ്പിൽ ഇരുന്നു പോകുകയായി. Oh, the Holy Spirit is telling me 2022, everyone who was against you will be frustrated because they are expecting you to against them, you to speak against them. But as you are marching, they cannot see something, the presence of God which is surrounding you. You will be just, the Holy Spirit gave a word. This year, it is a year of walkover, meaning unopposed glorious presence. ഓ, യെരിഹോ പട്ടണക്കാരോർത്തത് ഈ ജനം വരുമായിരിക്കും, ഞങ്ങളുടെ കതകിനെ ഉലയ്ക്കുമായിരിക്കും, ഞങ്ങളുടെ കോട്ടക്കിടിക്കുമായിരിക്കും, ഞങ്ങൾ ചെയ്തതിന് പകരം ചെയ്യുമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ജനമേ, ഈ കാലഘട്ടങ്ങൾ നിനക്കെതിരെ സംസാരിച്ചവർക്കെതിരെ നീ സംസാരിക്കില്ല, നിനക്കെതിരെ ചെയ്തവർക്കെതിരെ നീ ഒന്നും ചെയ്യില്ല. മറിച്ച് മഹത്വാനായ കർത്താവിന്റെ മഹത്വത്തിന്റെ കീഴിൽ നീ മുൻപോട്ട് കുതിക്കുമ്പോൾ നിന്റെ മുമ്പിൽ അവർക്കൊന്നും നിൽക്കാനാകാതെ വണ്ണം പരിഭ്രാന്തരായി ചെയ്തു. Oh, I can see the army getting ready in Jericho. They are pushing the door so that no one can open it. The army is looking, but some foolish people, some foolish people who don't know anything, they are just walking around the wall of Jericho. Oh, the army might be thinking, what are they doing? Foolish people, take arms, take ammunition, you cannot enter. But time came, the whole wall was trembling. They were thinking, what is happening? They were going down and down and down, and they vanished, and it was a walkover for Joshua. എരിഹോവിലെ പട്ടണത്തിലെ ബലശാലികൾ, എരിഹോ പട്ടണത്തിലെ മല്ലന്മാർ ആ കതകിനെ ഇറുകെ തള്ളിപ്പിടിച്ചിരുന്നു. അവർ ഞങ്ങളെ തുടരുത്. അവരുടെ സൈന്യങ്ങൾ, അവരുടെ പടയാളികൾ ഉണർന്ന് വളരെ ജാഗ്രതയോടെ നിന്നു. എന്നാൽ ഇവിടെ ഇതാ കുറെ മണ്ടന്മാർ, അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല, അവർ പറഞ്ഞതിനെതിരെ ഒന്നും പറയുന്നില്ല. ആ മണ്ടന്മാർ ആ മതിലിന് ചുറ്റും അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവരുടെ തലമേൽ ദൈവമഹത്വം നിന്നു. അവർ കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ ചലിച്ചു. അവരുടെ മുമ്പിൽ അടച്ചുറപ്പാക്കിയ ആ കോട്ട താനേ ഇരുന്നു പോയി. I want to tell you, those who suffered for Christ, those who suffered without speaking a word, these years you might have kept your mouth shut, but 2022, God is arising, stirring up the Lion of the tribe of Judah. He will speak for you, he will answer for you, he will answer with his glory, which is your rear and the front shield. ഈ 2022 കഴിഞ്ഞ നാളുകൾ മുഴുവൻ നീ ഒരു വാക്കും ഉരിയാടാതെ നിനക്കെതിരെ പലതും വന്നപ്പോൾ നീ കർത്താവിൽ അർപ്പിച്ച ദൈവവചനാണോ? എന്നാൽ ഈ നാളുകൾ മിണ്ടാതിരുന്ന നിനക്ക് വേണ്ടി, മണ്ടനായിരുന്ന നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് തന്റെ പ്രവൃത്തി ചെയ്യുന്ന നാളുകളായിരിക്കും. Oh, I can hear Jesus tell you right now, when Jesus said, let us go to the other side, he and his disciple entered into the boat. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശു പറഞ്ഞ വാക്ക് എന്റെ കാതിൽ മുഴങ്ങുന്നു, നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ യേശു തന്റെ ശിഷ്യർ ഒരേ പടകിൽ കയറി. Oh, when they were in the boat, the storm came. ആ വള്ളത്തിൽ, യേശുവുള്ള വള്ളത്തിൽ ഇതാ വലിയ കൊടുങ്കാറ്റടിച്ചു. Oh, they were afraid and said, please, don't you see we are perishing? അവരെ കണ്ടമാനം ഭയപ്പെട്ടിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നത് യേശു കാണുന്നു. Jesus stood up and said, harpu, be still. The storm was silent. ഉറങ്ങിക്കിടന്ന യേശു ചാടി എഴുന്നേറ്റ് ഹാർപ്പൂ, കാറ്റേ അടങ്ങുക എന്ന് പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് കാറ്റ്. Then he turned around to the disciple and said, where is your faith? ഉടനെ കർത്താവ് തിരിഞ്ഞ് ശിഷ്യരോട് ചോദിക്കണം, നിങ്ങളുടെ വിശ്വാസം. You walked with me, you saw the bread multiply, you saw the lame walk, you were with me, you were talking with me, sitting with me. Where is your faith? യേശുവിനോട് ചോദിക്കാൻ, ഇത്രയും നാളും നിങ്ങൾ എന്റെ കൂടെ അല്ലായിരുന്നു, ഞാൻ അപ്പം വർദ്ധിപ്പിച്ച നിങ്ങൾ കണ്ടില്ലേ, ഞാൻ രോഗികൾ സൗഖ്യമായി നിങ്ങൾ കണ്ടില്ലേ, എവിടെ നിങ്ങളുടെ വിശ്വാസം? This is the same question tonight. Jesus is asking you. You have read the Bible, you have seen signs and wonders, you have seen miraculous presence. This 2022
2022, do not rest. Stir up the faith inside of you, because you are going to be the champion. You are going to cross over. You are going to make the breakthrough through Christ who is inside of you. 2022 കടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതേ ചോദ്യം ചോദിക്കുകയാണ്. നീ തിരുവചനത്തിൽ വായിച്ചില്ലേ? എന്റെ പ്രവൃത്തികൾ നീ കണ്ടില്ലേ? നിന്റെ ജീവിതത്തിൽ കണ്ടില്ലേ? സഭയിൽ നീ കണ്ടില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നീ കണ്ടില്ലേ? ആകയാൽ ഉണരുക. നിന്റെ മുമ്പിൽ ഒരു കാറ്റും നിൽക്കയില്ല. നിന്റെ അകത്ത് നിന്റെ ശക്തി നീ പ്രകടമാക്കുക. I want to stir up the church. Stop sleeping. Wake up from the sleep. Arise the Lion of tribe of Judah that is in you. Arise the King of glory that is in you. Step forward. Make a step in radical faith. Something unusual is happening. ഇന്ന് രാത്രി സഭയെ ഞാൻ വീണ്ടും ഉണർത്തെ, ഉറക്കം വിട്ട് ഉണർന്നാട്ടെ, സഭയെ ചാടി ഉണർന്നാട്ടെ. നിന്നിലുള്ള യഹൂദാ ഗോത്രത്തിലെ സിംഹം ഗർജിക്കട്ടെ. നിങ്ങളുടെ ശക്തൻ മുൻപോട്ട് കുതിക്കട്ടെ. തന്റെ വലിയ പ്രവൃത്തിക്കായി ഇതുവരെ വ്യാപരിച്ചിട്ടില്ലാത്ത അതിതീവ്ര വിശ്വാസം, റാഡിക്കൽ ഫെയ്ത്ത് നിന്റെ അകത്ത് നിന്ന് ഉയർന്ന് ദൈവ പ്രവൃത്തികൾ വെളിപ്പെടും. Don't be satisfied with the worship. Don't be satisfied by attending the church. But when you walk, your shadows will have miracle. You will prove to the world that Jesus is alive and you are the carrier. You are the dispenser of the glory of God. സാധാരണ ആരാധനയിലും ഒരു സാധാരണ പരിപാടിയിലും തൃപ്തനാകാതെ നീ കടന്നു പോകുമ്പോൾ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്നതിന് ദൈവത്തിന്റെ മഹത്വം, അതിന്റെ ഏറ്റവും വിശിഷ്ടമായ എക്സലന്റ് നിലയിലുള്ള ദൈവമഹത്വം നിന്റെ മേൽ വന്നിരിക്കുന്നു. Do you know, church, Ephesians 1:19, the Bible says the unmeasurable power that raised Jesus from the dead and seated in high places, that is in you. I want to encourage you. Nothing is impossible. Healing is yours. Health is yours. Prosperity is yours. Blessing is yours. Flourishing is yours. Someone has stolen 2022. Take it back by force, by the faith, God-given faith. എഫെസ്യലേഖനം 1:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ പുനരുത്ഥാന ശക്തി, അതേ ശക്തി നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്. സൗഖ്യം നിങ്ങളുടേതാണ്, വിടുതൽ നിങ്ങളുടേതാണ്, സമൃദ്ധി നിങ്ങളുടേതാണ്, ഉയർച്ച നിങ്ങളുടേതാണ്, വിശിഷ്ടമായ നന്മകൾ നിങ്ങളുടേതാണ്. വിട്ടുകൊടുക്കയില്ല എന്റേതെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന നാൾ. Oh, do not be ashamed to talk about faith. Do not be ashamed to stir yourself up. People will say this is foolishness, but you and me know this is the power of God. They cannot see it, but you are enjoying it. ലോകം നിന്നെ ഒരുപക്ഷെ നിന്ദിച്ചേക്കാം, എന്നാൽ നീ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ലോകം എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസത്തിന് സാക്ഷിയാകാം, നിന്റെ വചനത്തിന് സാക്ഷിയാകാം. Hallelujah! I want you to become violent men and women in faith. ആകയാൽ വിശ്വാസത്തിൽ തീവ്രതയുള്ളവരായി ബലാൽക്കാരികൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന പോലെ വിശ്വാസികളാകുക. Even now as you are at your home, start speaking the word and start racing up and down in your house. ആകയാൽ ഇന്ന് രാത്രി ഈ അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് വീട്ടിലിരിക്കുമ്പോഴും ഉറങ്ങുകയല്ല, ഒന്ന് ഉണർന്നെഴുന്നേറ്റ് വീട്ടിൽ കൂടെ ലോക രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് വചനം സംസാരിച്ചുകൊണ്ട് Oh, have you seen a lion? He's walking up and down. He's walking up and down. He's getting ready to take over something. He's walking up and down, just like the woman of the blood flow. She started telling herself, I'm going to arise, I'm going to go there, I'm going to touch, I will be healed. She started to stir up the radical faith first in herself. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു സിംഹം അത് ഇരയെ കാണുമ്പോൾ അത് ആ കൂട്ടിനകത്ത് അസഹിഷ്ണുമായി നടക്കുന്ന പോലെ, അതിനെ തന്നെ ഒരു സിംഹം ഗർജിക്കുന്ന പോലെ നിങ്ങളുടെ അകത്തെ വിശ്വാസത്തിന്റെ മനുഷ്യൻ ഇതാ ഗർജനത്തോടെ ആ ഭവനത്തിൽ നടന്നാട്ടെ. ആ രക്തസ്രവക്കാരിയായ സ്ത്രീ, അവളുടെ അകത്ത് ആർക്കും ഉണ്ടാകാത്തൊരു വിശ്വാസം, ഒരു റാഡിക്കൽ ഫെയ്ത്ത് ഉണ്ടായി. ഞാൻ പോയി തൊടും, ഞാൻ അവനെ പോയി തൊടും, എനിക്ക് സൗഖ്യം വരും, 12 വർഷം വിഷയമല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ അകത്ത് കത്തിച്ചു. She has no evidence, she has not seen anything, she has just heard the word, but first she started to pump faith into her. ഇപ്രകാരം മറ്റൊരാൾക്ക് സൗഖ്യമായിട്ടുണ്ടോ? ഇപ്രകാരം ഒരു റിപ്പോർട്ടുണ്ടോ? അവൾക്കത് വിഷയമല്ല, അതവളെ നോക്കിയിട്ടില്ല. അവൾ യേശുവിനെ കുറിച്ച് കേട്ടേ ഉള്ളൂ. എനിക്കും കിട്ടും, എന്റെ വിഷയത്തിലും കിട്ടും എന്ന് പറഞ്ഞവൾ എഴുന്നേൽക്കുക. She has started from the house. There was no one to encourage her. She has lost everything, nothing to support her. She is pumping her faith. I will go there, I will go there. She is talking to herself. Radical faith first starts to speak, and when you speak, you
hear and faith starts to come inside of you. അവളുടെ ഭവനത്തിൽ അവളെ ഉത്സാഹിപ്പിക്കാൻ ആരുമില്ല. അവളെ സകലവും നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ മുതലെല്ലാം വൈദ്യന്മാർ കൊടുത്തിരുന്നു. നിരുത്സാഹത്തിന്റെ വാക്കല്ലാതെ ഒന്നും അവൾക്കില്ല. പക്ഷെ അവൾ തന്നെ അവളെ ഉത്സാഹിപ്പിച്ചു. അവൾ തന്നെ വിശ്വാസം അവളിൽ പമ്പ് ചെയ്ത് അവളെ റാഡിക്കൽ ഫെയ്ത്തുകാരത്തിയായി, ഞാൻ പോകും, ഞാൻ അവനെ തൊടും, ഞാൻ സൗഖ്യമായി വരും. Even before she stepped out of the house to get into the crowd, I believe she was walking in and out restlessly and saying, no, I will go, I will go, I will go. The same way tonight, don't speak silent. Don't let this be another message. Arise and say, no, 2022, I am the blessed one, I am the appointed one. I am already healed. Blessing belongs to me. Flourishing upon flourishing belongs to me. The every excellency of greatness belongs to me. I will not compromise. I will not be silent. The violent shall take it by force. ആകയാൽ ദൈവത്തിന്റെ പൈതലെ, ആ രക്തസ്രാവക്കാരിയെ പോലെ അവള്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവൾ വഴിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവള് വീട്ടിൽ വെച്ച് തന്നെ അവളുടെ മുറിയിലൂടെ നടന്നില്ല, ഞാൻ പോകും, ഞാൻ അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊടും, എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പിടിച്ചെടുക്കുവാനായി ഈ പുതുവർഷത്തിൽ ആ എക്സലൻസ്, ആ മഹത്വത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ പിടിച്ചെടുക്കുവാനായി നിങ്ങൾ തന്നെ നിങ്ങളെ പമ്പ് ചെയ്താട്ടെ, നിങ്ങളുടെ വിശ്വാസം ഉപയോഗിച്ചാട്ടെ. Oh, there you have a faith. You have a faith. God's faith is inside of you. നിങ്ങളുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ അതേ വിശ്വാസം നിങ്ങളുടെ അകത്ത് നൽകി. If you don't believe, it is better you put the Bible and throw it off. If the Bible says you have received the same faith as Jesus inside of you, you will do the works what Jesus did and greater works because he has promised so. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും, ഞാൻ ചെയ്തതിലും വലിയത് നിങ്ങൾ ചെയ്യുമെന്നും. ആ ദൈവത്തിന്റെ അതേ വിശ്വാസം, അതേ precious faith നിങ്ങളുടെ അകത്ത് നൽകപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? അല്ലെങ്കിൽ തിരുവചനം മാറ്റിവെക്ക്, ഈ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. Oh, the whole story, if you read, this lady is now going to step out. നിങ്ങൾ ഈ വചനം ആ ഭാഗം മുഴുവൻ വായിച്ചാൽ ഈ സ്ത്രീ തന്റെ ഉള്ളിൽ വിശ്വാസം നിറച്ച് അവൾ വീട്ടിൽ നിന്ന് കാലെടുത്തു. She has a blood flow. By law she cannot come into the crowd, but when faith is pumped up, every law moves out and faith prepares the way. അവളുടെ നിയമപ്രകാരം, മതനിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം അവൾക്കൊരിക്കലും വെളിയിൽ പോകാനൊക്കില്ല. രക്തസ്രവക്കാരി സ്ത്രീ സ്വയം അടച്ചു മുറിയിലിരിക്കണം. എന്നാൽ അവളുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസത്തിന്റെ പുതിയ നിയമം, ആ പഴയ നിയമത്തെ മാറ്റിക്കളഞ്ഞ് അവൾ മുമ്പോട്ട് കുതിക്കുകയാണ്. ഞാൻ അവനെ തൊടും, ഞാൻ സൗഖ്യത്തോടെ മടങ്ങി വരും. Leave around the cloud, leave the crowd, but the one who is walking with Jesus is the ruler of the synagogue. He can order and she will be stoned to death. ആ പുരുഷാരത്തെ അവള് മാറ്റ്, പുരുഷാരത്തിന്റെ കാര്യം പോകട്ടെ, മാത്രം അവൾ അംഗമായിരിക്കുന്ന പള്ളിയുണ്ടോ, ആ പള്ളിയിലെ പ്രമാണിക്ക് ഇവളിത് ചെയ്തു അശുദ്ധയാക്കി എന്ന് പറഞ്ഞ് കല്ലെറിയുവാൻ സാധിക്കും. Oh, Jairus is the ruler of a synagogue. If he finds her out, he can execute her then. യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. അവനും ഒരു സിനഗോഗിന്റെ അധിപനാണ്, അവന് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. Oh, but look at faith. Faith goes forward. Faith never looks at opposition. Faith does not look at impossibilities, because faith makes way and he takes it by force. Jesus also had to acknowledge and say, your faith has made you whole. എന്നാൽ വിശ്വാസത്തെ നോക്ക്. വിശ്വാസം ഒരിക്കലും പ്രതികൂല സാഹചര്യങ്ങളെ നോക്കുന്നില്ല, അസാധ്യതകളെ കാണുന്നില്ല. അത് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എനിക്കത് സംഭവിക്കും. നോക്കവൾക്ക് സംഭവിച്ചത് ആ തൊട്ട ക്ഷണത്തിൽ അവള് സമ്പൂർണ്ണ സൗഖ്യമായി. 2022 is acceleration. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വേഗത കൂടി ദൈവപ്രവൃത്തി. You won't be able to keep up with the pace of God. ദൈവത്തിന്റെ കൃപയ്ക്ക് വെളിയിലല്ല നിങ്ങൾ. അല്ല, പേസ് ദൈവത്തിന്റെ വേഗതയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ല. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വർഷം. Faith is going to accelerate. The Bible says it will be so fast. തിരുവചനം പറയുന്നു അത് അത്ര വേഗത്തിലായിരിക്കും. It will be so fast. അത്രമേൽ വേഗത്തിലായിരിക്കും. Blessing upon blessing, fruitfulness upon fruitfulness. അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം, ഫലപ്രാപ്തിയുടെ മേൽ ഫലപ്രാപ്തി. I want to tell you something. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, Jesus has paid the price. യേശു അതിനു വേണ്ടി വില മുഴുവൻ കൊടുത്തു. You are heir of everything.
യേശു കർത്താവ് വില കൊടുത്ത് നേടിയ സകലത്തിനും നിങ്ങൾ കൂട്ടവകാശിയാണ്. Health belongs to you. ആരോഗ്യം നിങ്ങളുടേത്. Financial prosperity, beautiful houses, lands, cities that you have not built, all are the promises of God for you. സാമ്പത്തിക നന്മ, സമൃദ്ധി, ആരോഗ്യം, നല്ല വീടുകൾ, പട്ടണങ്ങൾ പണിത് അവകാശമാക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കും. It is yours. നിങ്ങളുടേതാണ്. If you don't have it, someone has stolen it. നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ടത് ആരോ മോഷ്ടിച്ചിരിക്കുക. 2022 2022 is for men and women of faith. വിശ്വാസത്തിന്റെ വ്യക്തികളുടേതാണ്. Men and women of faith who will pull the roof down to reach Jesus. യേശുക്രിസ്തുവിന്റെ അടുക്കലെത്തുവാൻ വേണ്ടി വീടിന്റെ മേൽപ്പുര പറിച്ചെറിഞ്ഞവരെ പോലെ അവരുടേതാണ് 2022. I want to tell you tonight, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, expectation arise. നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ ഉയരട്ടെ. Trust the word. ദൈവവചനത്തിൽ ആശ്രയിക്കുക. If that one meeting with Jesus changed the life of Peter, പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനിടയാക്കിയെങ്കിൽ tonight ഇന്ന് രാത്രി is your appointment with Jesus. ഇതാ യേശുവുമായി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയം. One moment, ഒരൊറ്റ നിമിഷം മതി. within minutes, അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ something extraordinary is happening. മഹത്വമേറിയ ചിലത് സംഭവിക്കുകയാണ്. Extraordinary is happening. അനിതര സാധാരണമായത്. Lift your hands wherever you are. എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തിക്കൊള്ളു. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ We are going to welcome the new year. പുതുവർഷത്തിലേക്ക് നമുക്ക് കടക്കാം. Shout the name of Jesus. യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ. Jesus. 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 ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ കർത്താവിന്, ഹല്ലേലൂയ യേശുവിന്, ഓ ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ കർത്താവിന്, ഹല്ലേലൂയ യേശുവിന്. ഓ ലാ 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 ലാ. ഓ ഓ ലാ 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 ലാ. യേശുവേ 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 ഹല്ലേലൂയ. This blessing, ഈ അനുഗ്രഹം, this word ഈ വചനം is for those who are in Christ Jesus. ക്രിസ്തു യേശുവിലുള്ളവർക്കാണ്. If you are watching us for the first time, ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ ആദ്യമായിട്ട് ഈ സ്വർഗീയ വിരുന്നിന്റെ ഒരു it's ശുശ്രൂഷ for you also. നിങ്ങൾക്ക് വേണ്ടി കൂടാണ്. Every blessing, flourishing upon flourishing, is when you are in Christ. Without Christ, we are a zero. With Christ, we are champions. ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ക്രിസ്തുവിൽ ആണ് ലഭ്യമാകുന്നത്. All those who have come watching us, let expectancy arise. ഇന്ന് രാത്രി ഞങ്ങളെ കാണുന്ന ഏവർക്കും ആ പ്രതീക്ഷ, അകത്തൊരു ആഗ്രഹം ഉണർന്നു വരട്ടെ. 2022 is my year. 2022 എൻ്റെ വർഷം. 2022 is my season. 2022 എൻ്റെ കാലഘട്ടം. Whenever you walk anywhere, നിങ്ങൾ ഈ വർഷം, ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കാലുകുത്തിയിരിക്കുമ്പോൾ അടുത്ത സെക്കൻഡുകളിൽ, നാളുകളിൽ എവിടെ സഞ്ചരിച്ചാലും expect all walls to collapse in front of you. നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത് കാണുക. You don't have to do anything, നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടി for വരില്ല. he himself has gone ahead with a shout. കാരണം നിങ്ങൾക്ക് മുമ്പേ അവൻ തന്നെ മഹാഘോഷത്തോടെ പോയിട്ടുണ്ട്. Jesus Christ is Lord. യേശു മാത്രം We കർത്താവ്. are going to pray for a healing tonight. ഇന്ന് രാത്രി കണ്ട ഓരോരുത്തർക്കും ഒരു സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു. Remember which I told you, healing is your right. ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറക്കരുത്, രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. Jesus has paid the price fully. അതിനുവേണ്ട മുഴുവനും
യേശു കാൽവറിയിലെ തന്റെ മരണത്തിലൂടെ അടച്ചു തീർത്തു. Free. അതിന്റെ വില കൊടുത്തു. നിങ്ങൾക്കിത് സൗജന്യമാണ്. Take it by force. ബലാത്കാരമായി പിടിച്ചെടുക്കുക. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Every sickness, every pain, leave the body right now in Jesus' name. എല്ലാ രോഗവും എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടുപോട്ടെ. Let there be new avenues opening, unusual promotions, unusual things happening at a pace that you have never even thought. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ നിമിഷം മുതൽ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അസാധാരണമായ വാതിലുകൾ, അസാധാരണമായ അവസരങ്ങൾ, അസാധാരണമായ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും വെളിപ്പെടട്ടെ. Let there be great expectancy. അതിനൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷ, ഒരു ഉത്സാഹം. The word of God acts when you are expecting something from it. എത്ര ദൈവവചനം കേട്ടാലും അത് നമ്മളിൽ ക്രിയ ചെയ്യുന്നത് നമ്മൾ തണുത്തുറഞ്ഞിരിക്കുമ്പോഴല്ല, നമ്മുടെ അകത്ത് ഇതെനിക്ക് വേണമെന്നുള്ളൊരു പ്രതീക്ഷ വരുമ്പോൾ. Let us glorify Jesus. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തും. And a hallelujah. Enter again 2022 with a dance and rejoicing in Jesus. വീണ്ടും കർത്താവിൽ ഉല്ലാസഘോഷത്തോടെ ലെബനോൻ പൊട്ടി ആർക്കും എന്ന് പറഞ്ഞാല് തുള്ളി ചാടി 2022 ഘോഷിക്കാം. ഓ രാജാധിരാജനും കർത്താധികർത്തേനും ദേവാദിദേവനുമേ. ഓ രാജാധിരാജനും കർത്താധികർത്തേനും ദേവാദിദേവനുമേ. യേശുവേ This is the year of the excellence of the glory of God. ദൈവ മഹത്വത്തിന്റെ വൈശിഷ്ട്യത്തിന്റെ വർഷമായിരിക്കും ഇത്. Heavenly Feast Church ഹെവൻലി ഫീസ്റ്റ് സഭ sows into the word of God. We call it the faith seed. ദൈവ വചനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നവരാണ്. നമ്മൾ അതിനെ ഫെയ്ത്ത് സീഡ് എന്നാണ് പറയുന്നത്. We are sowing into the word. നമ്മൾ ഓരോ വർഷവും കർത്താവ് നമുക്ക് നൽകി തരുന്ന സന്ദേശത്തിലേക്കാണ് വിതയ്ക്കുന്നത്. Heavenly Feast has only 2 givings in a whole year. One is the faith seed which you sow into the word, and number 2 is the diocese offering. Only 2 times we give, and it is by faith we do it. ഹെവൻലി ഫീസ്റ്റിൽ നമ്മൾ മൊത്തമായി ചെയ്യുന്ന 2 ഓഫറിങ്സ് ആണുള്ളത്, സഭ മുഴുവനായി ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ പുതുവർഷത്തിലെ സന്ദേശത്തിലേക്ക് നമ്മൾ വിതയ്ക്കുന്ന ഫെയ്ത്ത് സീഡ്. 2, നമ്മുടെ ഡയോസിസുകൾക്കായിട്ടുള്ള ഡയോസിസ് ഓഫറിങ്. അതിൽ ഈ വർഷത്തെ 2022 ആദ്യമായി നമ്മൾ കർത്താവിന് കൊടുക്കുകയാണ്. Heavenly Feast does not have membership fee. Heavenly Feast does not have any other fees. It is just It is sowing into the word, which is twice a year. But the most important sowing is this into the word that for this year. ഹെവൻലി ഫീസ്റ്റിൽ യാതൊരു അംഗസംഖ്യയോ വരി സംഖ്യയോ മറ്റൊന്നിനും ചാർജ് ഇല്ല. എല്ലാം യേശുക്രിസ്തു സൗജന്യമായി തന്നു, സൗജന്യമായി നൽകപ്പെടുന്നു. എന്നാൽ ദൈവവേലയിലേക്ക് നമുക്ക് കർത്താവ് തന്ന വചനത്തിലേക്ക് നമ്മൾ വിതയ്ക്കുന്ന 2 അവസരങ്ങളാണ്. അതിലേറ്റവും പ്രധാനമാണ് പുതുവർഷത്തിലെ സഭയുടെ വിത. So pray and sow the seed and say, Father, into the word I am sowing my seed. ആകയാൽ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ അർദ്ധരാത്രിയിലും നിങ്ങൾ എടുത്ത് കൈകളിലെടുത്ത്, കർത്താവേ അങ്ങയുടെ വേലയിലേക്ക് ഞാൻ വിതയ്ക്കുകയാണ്. അത്
കൂട്ടി നമുക്ക് ഫെയ്ത്ത് സീഡിൽ ഈ വർഷം ഒന്നിച്ച് ദൈവവേലയിലേക്ക്. And God will multiply your seed. നിങ്ങളുടെ ആ വിതയെ കർത്താവ് 100 മടങ്ങായി അനുഗ്രഹിക്കും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And we are going to close by the prayer glorifying Jesus for everything that he has done. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ കേട്ട സന്ദേശപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വെളിപ്പാടിനായും നന്ദി പറയാം. Father, thank you. പിതാവേ നന്ദി. Thank you that you spoke to us, everyone. ഞങ്ങളോട് ഓരോരുത്തരും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അങ്ങ് സംസാരിച്ച വചനങ്ങൾക്കായി നന്ദി. Bless everyone who is watching. ഇന്ന് ഞങ്ങളെ ലോകമെങ്ങും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിൽ ഒന്നിച്ച് കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരുടെ മേലും സ്വർഗീയ നന്മ ചൊരിയണം. In the name of Jesus, യേശുവിൻ നാമത്തിൽ we bless you. ഞങ്ങൾ ചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Let 2022 every day be a blessed day. 2022 ഓരോ ദിവസങ്ങളും അനുഗ്രഹ നിറവിന്റെ ദിവസങ്ങളായിരിക്കട്ടെ. Bless your family. We bless your children in the name of Jesus. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാ മേഖലകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കും. We bless your finances. We bless your health. We bless everything that you touch. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തന പദങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വർഷത്തെ അനുഗ്രഹം കൽപ്പിക്കുകയാണ്. We give you all the glory. കർത്താവേ എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ. And may the love of God ആകയാൽ ദൈവത്തിന്റെ സ്നേഹവും and the grace of our Lord Jesus Christ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും and the communion of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും be with us all നമ്മളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. forever and ever. എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. Amen. ആമേൻ. I'll tell you something. ഒന്നുകൂടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. The revelation of the love of God, യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ, the grace revealed, ആ വെളിപ്പെടപ്പെട്ട കൃപ can only happen when you have fellowship with the Holy Spirit. പരിശുദ്ധാത്മാവായിട്ട് ദൈനംദിന കൂട്ടായ്മയിലേ നടക്കത്തുള്ളൂ. And also I want to tell you, വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, everything that is whole world is going through, ലോകത്തിൽ സകല കാര്യങ്ങളും പല സംഭവങ്ങളും നടക്കുമ്പോൾ everything is moving into uncertainty. ലോകത്തിലെ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ലോകം There പൊക്കോണ്ടിരിക്കുന്നത്. is one group who is certain. എന്നാൽ ഒരു കൂട്ടത്തിന് മാത്രം ഈ ഉറപ്പില്ലായ്മയില്ല. That is the church. അത് കർത്താവിന്റെ സഭ. When they see darkness and uncertainty, they know that the coming of the Lord is nearer and nearer. ലോകത്തിൽ നമ്മൾ ഈ കാണുന്ന അസ്ഥിരതകളും എന്ത് ചെയ്യണമെന്നറിയാതെ ജനം പരിഭ്രാന്തരായി പോകുമ്പോഴും ദൈവവചനം പറയുന്നു, ഒരു കാര്യം നമുക്കുറപ്പാണ്, നമ്മുടെ നാഥൻ നമ്മളെ ചേർക്കാൻ വരാറായി. Don't forget to do the time alone with God every morning. എല്ലാ പ്രഭാതങ്ങളിലും ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. Be with Jesus. യേശുവിന്റെ കൂടെ ആയിരിക്കുക. Be in intimacy with him. കർത്താവിനോട് ചേർന്ന് ഇന്റിമസിയിൽ വളരുക. And just see how the word you heard today will perform in your life. ഇന്ന് കേട്ട വചനം മറക്കരുത്. അത് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുന്നെന്ന് കണ്ടുകൊള്ളണം. Thank you for praying for us. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നന്ദി. Thank you that we together as a family are moving and marching forward. നമ്മളെല്ലാവരും ഒരു കുടുംബമായി മുമ്പോട്ട് പോവുകയാണ്. God bless you. Every ministers, ഹെവൻലി ഫീസ്റ്റിലെ മുഴുവൻ ശുശ്രൂഷകർ, all the governors, എല്ലാ ഗവർണൻസ് അംഗങ്ങൾ, pray for them. അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. Some people ask like this, ചിലരിങ്ങനെ ചോദിക്കാറ്, how does Heavenly Feast run? എങ്ങനെയാണ് ഹെവൻലി ഫീസ്റ്റ് ഇങ്ങനെ ശക്തമായിട്ട് പോകുന്നത്? It is not one man. അത് ഒരാളല്ല, Shoulder to shoulder, തോളോട് തോൾ ചേർന്ന് thousands standing together. ഞങ്ങളോട് ചേർന്ന് ആയിരക്കണക്കിന് പേര്, ഡയോസിസ് പാസ്റ്റേഴ്സ്, ശുശ്രൂഷകര്, കെയർ സെൽ, പ്രയർ സെൽ ലീഡേഴ്സ്, ഓരോ വിശ്വാസിയും All in one mind. എല്ലാവരും ഒറ്റ മനസ്സില്, One name to glorify. ഒരൊറ്റ നാമത്തെ ഉയർത്താൻ വേണ്ടി Jesus. യേശു Walking in the Holy Spirit. പരിശുദ്ധാത്മാവിൽ നടന്നു. So God bless you. ആകയാൽ ദൈവം And അനുഗ്രഹിക്കട്ടെ. we will see face to face. വീണ്ടും നമ്മൾ മുഖാമുഖമായി കാണാം. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ
കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും